ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ കക്കായുടെ ക്ലീനിങ് റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കക്ക കൂട്ടണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിൻ്റെ ക്ലീനിങ് ഓർക്കുമ്പോൾ എന്നാൽ ഇന്നത്തേക്ക് വേണ്ടെന്ന് ഓർക്കും. എന്നാൽ അത് വ്യത്യസ്തമായിട്ട് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ക്ലീനിങ്. എന്നാൽ അതിലൊക്കെ വളരെ സിമ്പിളായിട്ടൊരു രീതിയിലാണ് ഇതിന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. കുടംപുളി ഇല്ലാത്ത ഒരു വീടുമില്ല. മീൻ വെക്കാൻ എന്തായാലും കുടംപുളി നിർബന്ധമാണ്. അപ്പോൾ ആ കുടംപുളിയുടെ ഒരു അല്ലി, അതുപോലെ നമ്മുടെ മീൻ കറി വെക്കുന്ന ചട്ടി, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് കക്ക നല്ല സിമ്പിളായിട്ട് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കക്ക നമ്മൾ ആദ്യമായിട്ട് എടുത്ത് നല്ലതായിട്ട് ഒലച്ച് നല്ലപോലെ അതിൻ്റെ തരിമണലൊക്കെ പോകുന്നത് നന്നായിട്ട് ഒലച്ച് കഴുകണം. കഴുകിയിട്ടൊരു ചട്ടിയിൽ ഇതുപോലെ ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ച്, അത് പരക്ക വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ കുടംപുളി ഒരല്ലി ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ തിളച്ചതിന് ശേഷം ഇതിട്ട് കുറച്ച് നേരം വെക്കുക. ഇത്രയും വെച്ച് ഇട്ടൊരു 10-15-20 മിനിറ്റ് ഇത് വേകുന്ന ഒരു പരുവം വരെ തിളപ്പിക്കുക. അപ്പോൾ അതിൻ്റെ നന്നായിട്ട് ഇതെല്ലാം ഇറങ്ങി അതിൻ്റെ ആ മക്കും ഇതും എല്ലാം നല്ലപോലെ ഇളകും. അപ്പോൾ അതുവരെ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം ഇതൊരു ആറിയെന്ന് കാണുമ്പോൾ നമ്മളത് ഊറ്റിക്കളയുക. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചെറിയ കിഴുത്തപാത്രം ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ കോരി വെക്കുക. എന്നിട്ട് കോരി ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇതെല്ലാം ഊർന്നു പോയതിന് ശേഷം ഒരു കപ്പ് പച്ചവെള്ളം കൂടെ അതിന് മണ്ടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ആ പുളിയുടെ ഒരു മക്ക് മാറുന്നതിന്. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ഒഴിക്കും. അപ്പം ഇതിങ്ങനെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ക്ലീനാകും. ഇനി അതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. നമ്മളിത് ഞെക്കുകയോ ഉടയ്ക്കുകയോ ഒന്നും വേണ്ട, അതിൻ്റെ കംപ്ലീറ്റ് ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മുടെ പ്രിപ്പറേഷൻ അനുസരിച്ച് നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പം അതുപോലെ അറിയാമല്ലോ തന്നെ, സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് നമ്മൾ വഴറ്റി, പിന്നെ തക്കാളി കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുന്ന അതിൻ്റെ പെരുംജീരകവും അതിൻ്റെ കുരുമുളക് പൊടിയുമാണ്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ചേർക്കണം മസാല ചേർക്കുമ്പം. നന്നായിട്ട് വഴറ്റി, അതുപോലെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി നമ്മുടെ ആവശ്യാനുസരണം അത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ കക്ക മേടിച്ച് ഒന്ന് ക്ലീനാക്കി ട്രൈ ചെയ്ത് വെച്ച് നോക്കണം. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചത് തന്നെയാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക.